നമസ്കാരം. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വിവാദപരവും അതേസമയം തീവ്രവാദപരവുമായ ദ ടേണർ ഡയറീസ് എന്ന നോവലിന്റെ തികച്ചും വസ്തുനിഷ്ഠമായ ഒരു വിശകലനമാണ് നടത്താൻ പോകുന്നത്. കേവലം ഒരു കഥ എന്നതിലുപരി തീവ്ര രാഷ്ട്രീയ ആശയങ്ങൾ എങ്ങനെയാണ് ഒരു നോവൽ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതിലെ സാങ്കല്പിക ചരിത്രം കുറച്ച് സങ്കീർണവും അക്രമാസക്തവുമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു ഘടനയിലൂടെ നമ്മൾ ഇതിനെ സമീപിക്കാൻ പോകുകയാണ്. സാങ്കല്പിക പശ്ചാത്തലം മുതൽ വംശീയ യുദ്ധവും പിന്നെ ഈ നോവൽ പറയുന്ന ദ ഡേ ഓഫ് ദ റോപ്പ്, അവസാനമായി ഇതിന്റെ എപ്പിലോഗ് എന്നിങ്ങനെ 6 പ്രധാന ഭാഗങ്ങളായാണ് നമ്മളിതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോവലിന്റെ സാങ്കല്പിക പശ്ചാത്തലം. നോവൽ എങ്ങനെയാണ് അതിന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതെന്നും നായകനെ അവതരിപ്പിക്കുന്നതെന്നും നമുക്ക് നോക്കാം. നോക്കൂ, എൽ ടേണർ എന്ന വ്യക്തി എഴുതിയൊരു ഡയറിയുടെ രൂപത്തിലാണ് ഈ പുസ്തകം മുന്നോട്ടു പോകുന്നത്. ഭാവിയിൽ നടക്കുന്നതായി സങ്കല്പിച്ചിരിക്കുന്ന ഒരു മഹാവിപ്ലവത്തിന്റെ 100ാം വാർഷികത്തിൽ ഈ ഡയറി കണ്ടെത്തപ്പെട്ടു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. അതായത് വായനക്കാരെ സംബന്ധിച്ച് ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് വിജയകരമായൊരു വിപ്ലവത്തിന്റെ യഥാർത്ഥ ചരിത്രരേഖയാണെന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കാനാണ് ഗ്രന്ഥകാരൻ ഇവിടെ ശ്രമിക്കുന്നത്. ഇനി ഈ കഥയിലെ പ്രധാന വില്ലൻ ആരാണെന്നറിയാമോ? ദ സിസ്റ്റം. അതായത് അവിടുത്തെ സർക്കാരും മാധ്യമങ്ങളും മറ്റു സ്ഥാപനങ്ങളുമെല്ലാം ഇതിൽപ്പെടും. മറുവശത്ത് നായകനായ ടേണർ ഉൾപ്പെടുന്ന രഹസ്യ തീവ്രവാദ ഗ്രൂപ്പായ ദി ഓർഗനൈസേഷൻ. ഈ സിസ്റ്റത്തെ പൂർണ്ണമായും തകർക്കുക എന്നതു മാത്രമാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം. ഇവ തമ്മിലുള്ള ഈയൊരു നിരന്തര പോരാട്ടമാണ് കഥയുടെ അടിസ്ഥാനം തന്നെ. രണ്ടാമത്തെ ഭാഗം ഗൺ റെയ്ഡുകളും തീവ്രവാദവൽക്കരണവും. സാങ്കല്പികമായ ചില നിയമങ്ങൾ എങ്ങനെയാണ് ടേണറെ ഒരു തീവ്രവാദിയാക്കി മാറ്റുന്നത് എന്ന് നമുക്കിവിടെ കാണാം. കഥയുടെ ഗതി മാറുന്നത് പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ്. അമേരിക്കൻ സർക്കാർ കോഹൻ ആക്ട് എന്നൊരു സാങ്കല്പിക നിയമം പാസാക്കുന്നതോടെ 1989-ൽ ജനങ്ങളുടെ തോക്കുകൾ പിടിച്ചെടുക്കുന്ന ഗൺ റെയ്ഡുകൾ ആരംഭിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അങ്ങനെ 1991-ഓടെ ഗവൺമെന്റിനെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിലേക്കും പിന്നീട് 1993-ൽ വളരെ വലിയൊരു ആണവനാശത്തിലേക്കും ഈ പോരാട്ടം ചെന്നെത്തുന്നു. ഇതിൽ ടേണർ തന്റെ ഡയറിയിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: 1989 നവംബർ 9-ലെ ആ ഭയാനകമായ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അവർ തോക്കുകൾ തിരയുകയായിരുന്നു. തന്റെ അപ്പാർട്ട്മെന്റിൽ നടന്ന റെയ്ഡിൽ പോലീസ് ഒരു റിവോൾവർ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചാണ് അയാൾ പറയുന്നത്. സർക്കാരിനോടുള്ള അയാളുടെ വിദ്വേഷം ന്യായീകരിക്കാൻ നോവൽ ഈ ഒരു സംഭവത്തെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതായത് വ്യക്തിസ്വാതന്ത്ര്യത്തിന്മേലുള്ള വലിയൊരു കടന്നുകയറ്റമായാണ് അവർ ഇതിനെ കാണുന്നത്. ഇനി 3ാമത്തെ ഭാഗത്തിലേക്ക് വരാം. ഓർഗനൈസേഷന്റെ തന്ത്രങ്ങൾ. ഇവർ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി അക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തുടക്കത്തിൽ ഈ ഓർഗനൈസേഷൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വളരെ ചെറിയ തോതിലാണ് കേട്ടോ. പണത്തിനായി മദ്യഷാപ്പുകൾ കൊള്ളയടിക്കുന്നതിൽ തുടങ്ങി പിന്നീട് സിസ്റ്റത്തിലെ ഉദ്യോഗസ്ഥരെ രഹസ്യമായി കൊലപ്പെടുത്തുന്നതിലേക്ക് അവരെത്തുന്നു. അവിടെ നിന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. പിന്നെ അങ്ങോട്ട് FBI കെട്ടിടം ബോംബിട്ട് തകർക്കൽ, അമേരിക്കൻ ക്യാപിറ്റോളിന് നേരെയുള്ള മോർട്ടാർ ആക്രമണങ്ങൾ എന്നിങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രാജ്യവ്യാപകമായ വലിയ തീവ്രവാദാക്രമണങ്ങളിലേക്ക് അവർ മാറുന്നതായി നോവൽ കാണിച്ചു തരുന്നു. ഇവരുടെ യുദ്ധതന്ത്രം എത്രത്തോളം ക്രൂരമായിരുന്നു എന്നത് നോവലിലെ ഈയൊരു വരിയിൽ നിന്ന് വ്യക്തമാണ്. അവരുടെ മേശകളിൽ നിന്ന് നമ്മൾ ഭക്ഷണമെടുത്തു മാറ്റും. അവർ സിസ്റ്റത്തെ ഭയപ്പെടുന്നതിനേക്കാൾ നമ്മളെ ഭയപ്പെടുന്ന അവസ്ഥ നമ്മൾ സൃഷ്ടിക്കും. ശരിക്കും ഭയവും പട്ടിണിയും ആയുധമാക്കി പൊതുജനങ്ങളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാം എന്നാണവർ ചിന്തിച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ഗവൺമെന്റിനെതിരെയുള്ള അവരുടെ വിശ്വാസം ഇല്ലാതാക്കുക എന്നതുതന്നെയായിരുന്നു ഇവരുടെ പ്രധാന തന്ത്രം. 4ാമത്തെ ഭാഗം എൻക്ലേവുകൾ ഒപ്പം വംശീയ യുദ്ധം. ഇവിടെ നിന്നങ്ങോട്ട് കഥ ഒരു വംശീയ യുദ്ധത്തിലേക്കും വിഭജിക്കപ്പെട്ട അമേരിക്കയിലേക്കുമാണ് കടക്കുന്നത്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് പിന്നീടവർ നടപ്പിലാക്കുന്നത്. ആദ്യം സൈനിക കലാപം ആരംഭിക്കുന്നു. ശേഷം വാർത്താവിനിമയ സംവിധാനങ്ങളും പവർ ഗ്രിഡുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പിടിച്ചെടുക്കുന്നു. പിന്നീട് ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുകയും അക്രമത്തിലൂടെ അവരെ അവിടുന്ന് പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ രീതികളിലൂടെ കാലിഫോർണിയയിൽ അവർ തങ്ങളുടേതായ ഒരു പുതിയ പ്രദേശം, അതായത് ഒരു എൻക്ലേവ് തന്നെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. നോവലിലുടനീളം സായുധരായ ആളുകളും നഗരങ്ങളിൽ നടക്കുന്ന പോരാട്ടങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആഴത്തിൽ വേരൂന്നിയ വംശീയ വേർതിരിവിലേക്കും നിരന്തരമായ അക്രമങ്ങളിലേക്കും ഈ പുസ്തകം എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നഗരങ്ങളെ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളങ്ങളാക്കി മാറ്റുന്നൊരു കാഴ്ചയാണ് നോവലിലുള്ളത്. 5ാമത്തെ ഭാഗം ദ ഡേ ഓഫ് ദി റോപ്പ്. നോവലിന്റെ ടൈംലൈനിലെ തന്നെ ഏറ്റവും നിർണായകവും ഒരുപക്ഷെ ഏറ്റവും ക്രൂരമായി ചിത്രീകരിച്ചിരിക്കുന്നതുമായ ഒരു സംഭവമാണിത്. ഈ ഭാഗം വളരെ ഭയാനകമാണ്.
ഞാൻ എൻ്റെ വംശത്തെ അശുദ്ധമാക്കി അല്ലെങ്കിൽ ഞാൻ എൻ്റെ വംശത്തെ വഞ്ചിച്ചു എന്നെഴുതിയ പ്ലക്കാർഡുകൾ കഴുത്തിൽ തൂക്കി രാഷ്ട്രീയക്കാരെയും മാധ്യമപ്രവർത്തകരെയും മിശ്രവിവാഹം കഴിച്ചവരെയും ഒക്കെ കൂട്ടത്തോടെ തെരുവുകളിൽ തൂക്കിലേറ്റുന്ന ഒരു ഇരുണ്ട ദിവസത്തെക്കുറിച്ചാണ് ഇതിൽ വിശദീകരിക്കുന്നത്. തങ്ങളുടെ ആശയങ്ങളോട് വിയോജിക്കുന്നവരെ എത്ര നിഷ്കരുണമാണ് അവർ നേരിടുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അവസാനമായി 6ാമത്തെ ഭാഗം, ഇതിന്റെ സാങ്കല്പിക എപ്പിലോഗ്. പുസ്തകത്തിന്റെ അവസാന സംഭവങ്ങളിലേക്കും യുദ്ധാനന്തരമുള്ള അതിക്രൂരമായ ആ ലോകത്തേക്കും നമുക്കൊന്ന് നോക്കാം. സെപ്റ്റംബർ 1993 ടേണർ പെന്റഗണിലേക്കൊരു ആണവ പോർമുനയുമായി പറന്നുകൊണ്ട് നടത്തുന്ന ഒരു ചാവേറാക്രമണത്തോടെയാണ് ഡയറി അവസാനിക്കുന്നത്. ഇതോടെ സിസ്റ്റം പൂർണ്ണമായും തകരുകയും 1993 അവസാനത്തോടെ ഡെട്രോയിറ്റ് പോലുള്ള പുതിയ എൻക്ലേവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. തുടർന്നുള്ള 1994 കാലഘട്ടത്തെ ഇരുണ്ട വർഷങ്ങൾ എന്നാണ് പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത് തന്നെ. സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര നാശനഷ്ടങ്ങളാണ് ഈ കാലഘട്ടത്തിലുണ്ടാവുന്നത്. നോക്കൂ, 1994 ഓഗസ്റ്റോടെ കൂട്ടപട്ടിണിയും ആണവനാശവും കാരണം ഈ സാങ്കല്പിക ലോകത്തെ ആകെ വെള്ളക്കാരുടെ ജനസംഖ്യ വെറും 50 ദശലക്ഷമായി, അതായത് കേവലം 5 കോടിയായി ചുരുങ്ങിയെന്ന് എപ്പിലോഗിൽ പറയുന്നുണ്ട്. നോവൽ വിഭാവനം ചെയ്യുന്ന നാശത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. വിജയം അവകാശപ്പെടുമ്പോഴും വളരെ വലിയൊരു വിഭാഗം ജനങ്ങളെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. തീവ്ര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കാനും സാധാരണവൽക്കരിക്കാനും ഇത്തരം സാങ്കല്പിക ഗ്രന്ഥങ്ങളും അവ സൃഷ്ടിക്കുന്ന ലോകങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? തീവ്രവാദ സാഹിത്യങ്ങൾ യഥാർത്ഥ ലോകത്തെ ആളുകളുടെ ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത്തരം പുസ്തകങ്ങളുടെ ആന്തരിക യുക്തി നമ്മൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? മറ്റൊരു എക്സ്പ്ലെയിനറുമായി നമുക്ക് വീണ്ടും കാണാം.